ലബനിലെ ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ ആക്രമണം. ദക്ഷിണ ലബനനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. അതേസമയം ഹിസ്ബുള്ള ലബനൻ അതിർത്തിക്കുള്ളിൽ ഇസ്രയേൽ സേനയെ ലക്ഷ്യമിട്ട് ഡ്രോണുകൾ അയച്ചതായും റിപ്പോർട്ടുകൾ. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ലബനിലെ ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളിലാണ് ഇസ്രയേലിന്റെ അതിശക്തമായ ആക്രമണമുണ്ടായത്. ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? സുരേഷ്, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതാണ്ട് ലബനൻ അതിർത്തിക്കുള്ളിൽ ഏതാണ്ട് 12 കിലോമീറ്ററോളം ഉള്ളിൽ കടന്നാണ് ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് ചില ഹിസ്ബുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവരെ അതിശക്തമായി നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായാണ് നടപടി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രത്യാക്രമണം ഉണ്ടായി. അതിൽ സൈനികർക്ക് ജീവഹാനിയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇസ്രയേലി പ്രതിരോധ സേന അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ചൊരു ആക്രമണം, ഡ്രോൺ ആക്രമണം നടത്തിയെന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. മറ്റൊരു വസ്തുത, ഏറ്റവും ഗൗരവമേറിയൊരു വിഷയം എന്ന് പറയുന്നത് വാഷിംഗ്ടണിൽ ചർച്ചകൾ തുടരുകയാണ്. അതായത് ഈ ഞായറാഴ്ചയോടെ അവസാനിക്കാനിരിക്കുന്ന 10 ദിവസത്തെ ഇസ്രയേൽ ലബനൻ വെടിനിർത്തൽ ധാരണ വീണ്ടും ദീർഘിപ്പിക്കണമെന്നൊരാവശ്യം ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺ മുന്നോട്ട് വെച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ആവശ്യപ്രകാരം ലബനൻ അംബാസിഡറും ഇസ്രായേൽ അംബാസിഡറും അമേരിക്കയിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഗൗരവമേറിയ വിഷയം. ഇത് വെടിനിർത്തൽ ധാരണയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ നിലവിൽ നടക്കുന്ന വെടിനിർത്തൽ ധാരണയോ അതല്ലെങ്കിൽ ഈ ഞായറാഴ്ച അതിനുശേഷം അത് ദീർഘിപ്പിക്കുന്ന സാഹചര്യത്തിനോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല അല്ലെങ്കിൽ എതിർപ്പുകൾ ഉണ്ടാകില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എങ്കിൽ കൂടി ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താനുള്ള നീക്കങ്ങൾ ഇപ്പോഴും ഇസ്രായേൽ തുടരുന്നു, അത് ശക്തമായി തുടരുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് രണ്ട് ഹിസ്ബുള്ള ഭീകരരെന്ന് പ്രാഥമികമായി കണക്കാക്കപ്പെടുന്ന 2 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തതായി ഇസ്രായേൽ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഐസൻ, ഇവിടെ ഒരു ഭാഗത്ത് സമാധാന നീക്കങ്ങൾ ഇസ്രയേലിൻ്റെ ഭാഗത്തിനും ഉണ്ടാകുന്നു, അമേരിക്കയുടെ ഭാഗത്തിനും ഉണ്ടാകുന്നു. അതേസമയം തന്നെ ഇത്തരത്തിൽ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ തങ്ങളുടെ പൗരന്മാരെ അടക്കം ലക്ഷ്യമിട്ടുകൊണ്ട് അല്ലെങ്കിൽ ദേശീയതയെ പോലും കളങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഭീകര പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നും ആവർത്തിക്കുകയാണെങ്കിൽ അതിനോട് യാതൊരു തരത്തിലുള്ള സന്ധിയിൽ അതിശക്തമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഇസ്രയേൽ ആക്രമണത്തിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും സുരേഷ്, ഇസ്രയേൽ നടത്തുന്ന ആക്രമണം എന്ന് പറയുമ്പോൾ ഇസ്രയേൽ ലബനനിലെ സാധാരണ സംവിധാനങ്ങൾക്കോ അല്ലെങ്കിൽ അവിടുത്തെ വ്യവസ്ഥാപിത സർക്കാരിനോ എതിരായല്ല ആക്രമണങ്ങൾ നടത്തുന്നത് അല്ലെങ്കിൽ സൈനിക നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഇറാൻ പിന്തുണയ്ക്കുന്ന ഭീകര സ്വഭാവമുള്ള സംഘടനയ്ക്കെതിരെയാണ് നീക്കം. അവരുടെ നിരായുധീകരണമാണ് പ്രധാനമായും പരിഗണിക്കപ്പെടുന്ന ഒരു വിഷയം എന്നതാണ് ഏറ്റവും ഗൗരവമർഹിക്കുന്ന ഒരു കാര്യമായി നിലനിൽക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഈ ഹിസ്ബുള്ളയുടെ നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കിയാൽ മാത്രമേ ഇറാൻ US-ഉമായുള്ള വെടിനിർത്തലിന് തയ്യാറാകുകയുള്ളൂ എന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഈ ലബനനിലെ വ്യവസ്ഥാപിത സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്. ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളുണ്ട്, അതുപോലെ തന്നെ വ്യവസ്ഥാപിത സർക്കാർ അവിടെ കൃത്യമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. വ്യവസ്ഥാപിത സർക്കാരിൻ്റെ തലവൻ കൂടിയായ ജോസഫ് ഔൺ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുകയും അതിൻ്റെ ഭാഗമായി വാഷിംഗ്ടണിൽ 2 രാജ്യങ്ങളുടെയും ഇസ്രയേലിൻ്റെയും ലബനൻ്റെയും അംബാസിഡർമാർ, നയതന്ത്ര പ്രതിനിധികൾ ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. ഈ ചർച്ചകൾ നടത്തുന്നത് ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാനാണ്, അല്ലാതെ ഇറാൻ എന്ന രാജ്യത്തിന് നേരെ അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങൾക്ക് പോലെ അല്ലെങ്കിൽ ഈ ലബനനെതിരായി നടക്കുന്ന ഒരു ആക്രമണമല്ല, മറിച്ച് ലബനനിലെ ഇറാൻ്റെ പ്രോക്സി സംവിധാനമായ ഹിസ്ബുള്ളയ്ക്കെതിരായ അതിശക്തമായ നീക്കങ്ങളുടെ ഭാഗമാണ് എന്നതാണ് ഒരു വ്യത്യാസമുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ഇക്കാര്യത്തിലെ നിലപാട് ലോകം അംഗീകരിക്കുന്ന ഒരു നിലപാട് കൂടിയാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ എതിർപ്പുകൾ വിളിച്ചു വരുത്താത്തൊരു സാഹചര്യം കൂടിയുണ്ട്. മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്നും എന്നാൽ സമാധാന ധാരണ ഉൾപ്പെടെ നടക്കുന്നതിനെ എതിർപ്പില്ലെന്നും ഉള്ള ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എങ്കിലും ആക്രമണം ശക്തമാക്കുന്നത് ഭീകരർക്ക് എതിരെയാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. ശരി, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്.